ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അഴകുഴമ്പൻ നയം തുടർന്ന കോൺഗ്രസ്. ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയിട്ട് നിലപാട് പറയാമെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദേവസ്വം മന്ത്രി തന്നെ മര്യാദ പഠിപ്പിക്കേണ്ടതും സതീശൻ ഇന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടുവരാം. എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ വന്നൊരു ലെറ്റർ കൊടുത്ത് പുറത്ത് പോയി ഞാൻ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇനി വന്നാലും ഞാൻ കാണാം, പക്ഷെ അറിയിച്ചിട്ട് വരണം. ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. അദ്ദേഹം എൻ്റെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. അത്ര ആയിട്ടില്ല. ആ മര്യാദ ഞാൻ ആര് വന്നാലും കാണുന്ന ആളാണ്, ആര് വന്നാലും. അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ആരോടും പറയില്ലെന്ന് കുമ്മനം രാജശേഖരനും പറഞ്ഞു. പന്തളം കൊട്ടാരം പങ്കെടുക്കുന്ന കാര്യത്തിൽ മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കണമെന്നും കുമ്മനം ഇന്ന് പറയുകയുണ്ടായി. എന്നാൽ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം അറിയില്ലെന്നും വിശ്വാസികൾക്ക് ഒപ്പമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ശങ്കർ വർമ്മ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷത്തിന്റേത് ദുർവ്യാഖ്യാനങ്ങളെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ഇന്ന് രാവിലെ ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാതിരുന്നത് മര്യാദ കേടെന്നും ഇന്ന് വി.എൻ. വാസവൻ പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിനെ കാണാൻ അവസരം കൊടുത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ ആതിഥേയ മര്യാദയുടെ ഭാഗമാണ്. അവിടെ ഉണ്ടായിരുന്നിട്ടും കാണാൻ കൂട്ടാക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് സാമാന്യ മര്യാദ അനുസരിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും വന്നാൽ ആതിഥേയ സംസ്കാരത്തിൽ ഒരു നിലപാടും നിലവാരത്തിൽ നിന്നിട്ട് ആ കാര്യങ്ങളെ കാണുകയാണ് പൊതുവിൽ പൊതുപ്രവർത്തകർ ചെയ്യുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള നിലപാട് ആവർത്തിച്ച് പറയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു ചിത്രം? സംഗീത, അത് തന്നെയാണ്. UDF-ൽ വലിയ ആശയക്കുഴപ്പം ഇത് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ബഹിഷ്കരിക്കില്ല എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ നിലപാട്. പക്ഷേ അപ്പോൾ പോലും ഇതൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ ഒരു രാഷ്ട്രീയ നാടകം എന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. മാത്രമല്ല, ഇതിൽ നേരത്തെ നിരവധി കേസുകൾ, ശബരിമല പ്രക്ഷോഭകാലത്ത് നിരവധി നാമജപ ഘോഷയാത്ര നടന്നു, അതിലൊക്കെ കേസുകൾ എടുത്തിരുന്നു. ആ കേസുകളൊന്നും ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല, അത് തുടരുകയാണ്. അത്തരത്തിൽ സർക്കാർ ഈ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്നത്, ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ നാടകമാണ്. തെരഞ്ഞെടുപ്പിനെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിൽ ആരും പങ്കെടുക്കും, അതായത് UDF-ൽ നിന്ന് ആരും പങ്കെടുക്കും എന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിലൊരു ആശയക്കുഴപ്പം പ്രതിപക്ഷത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹവും പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞ കാര്യം, സർക്കാർ മുൻ നിലപാട് മാറ്റട്ടെ, ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ, അതിനുശേഷം പങ്കെടുക്കുമോ ഇല്ലയോ, ആ നിലപാടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പങ്കെടുക്കുമെന്നൊരു നിലപാടിലേക്കാണ് തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ UDF-ൽ തന്നെ അവ്യക്തത ഉണ്ട്, അല്ലെങ്കിൽ ഇതര അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് ഇന്ന് രാവിലെ വി.എൻ. വാസവൻ ന്യൂസ് മലയാളത്തിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് രാഷ്ട്രീയമായി ഒന്നുമില്ല. നിലവിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളിൽ അവിടെ വികസന പ്രവർത്തനം നടക്കും. അതിന് വേണ്ട ഒരു സമ്മേളനമാണ് അല്ലെങ്കിൽ സംഗമമാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ജാതിയോ മതമോ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് അയ്യപ്പ ഭക്തരുടെ സംഗമമാണ്. ആ സംഗമം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വി.എൻ. വാസവൻ പറയുകയും ചെയ്തത്. മറ്റൊരു വിവാദം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടേക്ക് പ്രതിപക്ഷം കാണാൻ വേണ്ടി ചിന്തിച്ചത്. പക്ഷേ അന്ന് അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുൻകൂർ അനുമതി ഇല്ലാതെ വന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ അതിൽ ഇന്ന് തന്നെ വാസവൻ പറഞ്ഞൊരു കാര്യം, മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു, 2-ാം തീയതി അവിടേക്ക് വരും എന്ന് അറിയിച്ചതാണ്. എന്നിട്ടും അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് വി.എൻ. വാസവൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശരി ബിനിൽ.